നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. സ്നേഹേ, അവന്തിയോട് വരാൻ പറയ്. എന്താ അച്ഛാ? ഇന്ന് സൈറ്റിൽ വർക്ക് നടക്കുന്നില്ല. വർക്ക് നടക്കുന്നില്ലേ? അതെന്താ കാര്യം? എന്തു പറ്റി അനൂപേ? കാര്യം ഞാൻ പറയാം. മെറ്റീരിയലിന് ക്വാളിറ്റി ഇല്ല, അത് തന്നെ കാരണം. ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ല. ആരാ മെറ്റീരിയലിന് ഈ പ്രാവശ്യം ഓർഡർ കൊടുത്തത്? ഞാൻ വിളിച്ചപ്പോഴേക്കും അവിടുന്ന് ലോഡ് കയറ്റി അയച്ചു എന്നാ പറഞ്ഞത്. പിന്നീട് നീ അതിനെക്കുറിച്ച് തിരക്കിയില്ലേ? ഞാൻ കരുതി സച്ചി ആയിരിക്കുന്നു. കോടികളുടെ ബിസിനസ് ചെയ്യുന്നവരാ നമ്മള്. അപ്പൊ അത് ക്ലിയർ ചെയ്യേണ്ടത് എന്താ? ഉള്ള വിശ്വാസ്യത പോയാൽ നമ്മുടെ പ്രോഡക്റ്റ് ആര് വാങ്ങും? അതൊക്കെ അവിടെ നിൽക്കട്ടെ. അവന്തികയോട് ആര് പറഞ്ഞു മെറ്റീരിയൽ ഓർഡർ ചെയ്യാൻ? ഓഫീസിലെ കാര്യങ്ങളെല്ലാം നന്ദൻ നോക്കിക്കൊള്ളാമെന്നും അവന്തിക ഒന്നിലും തലയിടരുതെന്നും പറഞ്ഞിട്ടുള്ളതല്ലേ? അതച്ചാ, അതിപ്പം സ്ഥിരമായി നടക്കുന്ന പ്രോസസ് ആയതുകൊണ്ട് അവരെന്നെ വിളിച്ചു. ഞാൻ എപ്പോഴത്തെ പോലെ ഓർഡർ കൊടുക്കുകയും ചെയ്തു. മെറ്റീരിയൽ ക്വാളിറ്റി ഉണ്ടോ ഇല്ലയോന്ന് നോക്കാൻ ഞാനിപ്പോ പോകുന്നില്ലല്ലോ. ശരി, ഇത് നമ്മുടെ പല കമ്പനികളുടെ ഈ മാസത്തെ കണക്കുകളാ. ഏകദേശം 1 കോടി രൂപയുടെ വ്യത്യാസം ഇതിലുണ്ട്. അനൂപ് പറയുന്ന പ്രകാരം അനൂപ് വന്നതിന് ശേഷം മാത്രം ഏകദേശം അത്രയും രൂപയുടെ വ്യത്യാസം കണ്ടുപിടിച്ചുവെന്നാ. ഓഫീസിൽ പോകണ്ടെന്ന് പറഞ്ഞാലും തലപ്പത്തിപ്പോഴും നീ തന്നെയല്ലേ. ഇതിൽ നിനക്ക് എന്താ പറയാനുള്ളത്? അച്ഛാ, ഇതിലിപ്പോ ഞാൻ എന്ത് പറയാനാ? ഈ മാസത്തെ ഫയലുകളൊന്നും ഞാൻ കണ്ടിട്ടില്ല, സൈൻ ചെയ്തിട്ടുമില്ല. പിന്നിതിന് ഞാൻ എങ്ങനെ ഉത്തരം പറയും? അപ്പൊ നിനക്കൊരു ഉത്തരവാദിത്വം ഇല്ലെന്നാണോ? അതെ, ഈ മാസം ഇത്രയും പണത്തിന്റെ ഷോർട്ടേജ് വന്നത് എങ്ങനെയാണെന്ന് പറയേണ്ടത് ഞാനല്ലല്ലോ, അക്കൗണ്ടന്റ് അല്ലേ. അനൂപ് വന്നതിന് ശേഷമാണ് ഈ പ്രശ്നം എന്ന് അനൂപ് തന്നെ പറഞ്ഞു എന്ന് പറയുന്നു. അപ്പൊ ആ പൈസയൊക്കെ എങ്ങോട്ട് പോയെന്ന് ചോദിക്ക്. ഞാൻ പറയാതെ തന്നെ അച്ഛൻ അറിയാലോ ഒരു വലിയ കമ്പനിയുടെ അക്കൗണ്ടന്റിന് എന്തൊക്കെ സാധിക്കും. 2 or 3 ബില്ലിൽ കൃത്രിമം കാണിച്ചാൽ മതി ഈ പറയുന്ന 1 കോടി കയ്യിലിരിക്കാൻ. പിന്നെ ക്വാളിറ്റി ഇല്ലാത്ത മെറ്റീരിയൽ എങ്ങനെ വന്നു ഇപ്പൊ എല്ലാവർക്കും ബോധ്യമായല്ലോ. അവന്തികേ, ഞാൻ ആദ്യമായിട്ടല്ല ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്നത്. ഞാൻ വരുന്നതിന് മുമ്പുള്ള കണക്കുകളും എന്റെ കൈവശമുണ്ട്. ഒരു കമ്പനി സിഇഒക്കാളും താഴെയാണ് അക്കൗണ്ടന്റ് എന്നുള്ള കാര്യം ഞാൻ അവന്തിക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. അതെ, എങ്ങോട്ടായി പറഞ്ഞു പറഞ്ഞു കേറി പോന്നെ? ഇതെല്ലാം കൂടി എന്റെ തലയിൽ കൊണ്ടിടാനാണ് ഉദ്ദേശം. പിന്നെ നിന്നോടൊരു കാര്യം ചോദിക്കുമ്പോ നീ അത് വഴിതിരിച്ചു വിട്ട് ബാക്കിയുള്ളവരെ പഴിയാറുന്നെന്തിനാ? നിന്റെ കാട്ടിക്കൂട്ടൽ കാരണം ഞങ്ങൾ പ്രതിസ്ഥാനത്തായില്ലേ? ഈ വീട്ടിൽ നിന്ന് പുറത്തു പോവാത്ത ഞാൻ എന്ത് ചെയ്തു എന്നാ നന്ദേട്ടൻ ഈ പറയുന്നേ? എടുത്തി അനൂപേട്ടൻ കണക്കുകൾ നോക്കുന്നു കരുതി കമ്പനിയിലെ എല്ലാ തിരിമറികളും അനൂപേട്ടൻ ചെയ്തു എങ്ങനെ സ്ഥാപിക്കാൻ പറ്റും? എല്ലാം കഴിഞ്ഞുള്ള ബില്ലുകളുടെ കണക്കല്ലേ അനൂപേട്ടൻ പരിശോധിക്കുന്നേ? പിന്നെ ഞാനാണ് ഇതിന് പിന്നിലെങ്കിൽ നിങ്ങൾ തെളിയിക്ക് സച്ചി. മതി അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരിയത്. നന്ദ, കഴിഞ്ഞ 6 മാസത്തെ മുഴുവൻ ഫയലും പരിശോധിക്കണം. വ്യത്യാസമുള്ളതൊക്കെ കണ്ടുപിടിക്കണം, എന്നിട്ട് കൊണ്ടുവരണം. ശരി അച്ഛാ. എനിക്കറിയണം സ്വന്തം കമ്പനി ആരാണ് ചതിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. അതുവരെ ഞാൻ ആരെ ഒന്നും പറയുന്നില്ല. ആദ്യം
ആര് മുഖാന്തരമാണ് ഇതൊക്കെ സംഭവിച്ചതെന്ന് അറിയട്ടെ. സംസാരവും ശിക്ഷയെല്ലാം അത് കഴിഞ്ഞാവാം. അങ്കിൾ, ഇതൊക്കെ കൊണ്ടാണ് ഞാൻ അന്ന് ഈ ജോലി എനിക്ക് വേണ്ടെന്ന് ഞാൻ പറഞ്ഞത്. സ്നേഹത്തിൽ കഴിയുന്നവരെ ശത്രുക്കളാക്കണ്ടെന്ന് കരുതിയിട്ട്. എന്റെ സഹോദരിമാരുടെ കെയർ ഓഫിൽ കിട്ടിയ ജോലിയാണെന്ന് കരുതി ഞാൻ എന്റെ ജോലി ചെയ്യാതിരിക്കില്ലെങ്കിൽ ഒരു രൂപ പോലും ഞാനതിന് എടുക്കുകയില്ല. നിങ്ങളുടെ ഒരു ശമ്പളക്കാരനായ ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്നെ വിശ്വസിക്കണം. എന്റെ അപേക്ഷയാണ്. അനൂപിന് ഇവിടെ ആർക്കും ഒരു വിശ്വാസക്കുറവില്ല. അനൂപ് അങ്ങനെ ചെയ്യില്ലെന്നും ഇവിടെ എല്ലാവർക്കും അറിയാം. പക്ഷെ അനൂപിന്റെ മേൽ ഇപ്പൊ വന്ന ഈ ആരോപണം അനൂപ് മാറ്റണം. അനൂപ് തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്നും തെളിയിക്കണം. തെറ്റ് ആരുടെ ഭാഗത്താണെന്ന് എനിക്കറിയണം. ആരുടെ ഭാഗത്തായാലും വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അച്ഛൻ പറഞ്ഞതുപോലെ എനിക്കും അറിയണം ഇതിന്റെ പിന്നിൽ ആരാണെന്ന്. അവസാനം നീ ആവാതിരുന്നാ മതിയായിരുന്നു. എന്താ നിങ്ങൾ എല്ലാവർക്കും ഇത് ഞാനായിരിക്കണം ഇത്ര ആഗ്രഹം എന്നാ എനിക്ക് മനസ്സിലാവാത്തത്. ഞാൻ പറയുന്നൊന്നും ആർക്കും വിശ്വാസമില്ല, ഒരു വിലയില്ല. എന്നിട്ട് മറ്റുള്ളവരെ കണ്ണടച്ച് വിശ്വസിക്കുകയും ചെയ്യും. അതങ്ങനെ സംഭവിക്കുന്നുണ്ടെങ്കിൽ നേരത്തെ ചെയ്തു വെച്ചതിന്റെ ഒക്കെ ബാക്കിയാ. എത്രയോ തവണ ഇതുപോലെ പൈസ എടുത്ത് എടുത്തി തിരുമറി നടത്തിയിട്ടുണ്ട്. അപ്പോഴൊക്കെ അച്ഛനെല്ലാം ക്ഷമിച്ചില്ലേ? അന്ന് അങ്ങനെ ചെയ്തതുകൊണ്ടാ പിന്നെയും അതേ കാര്യങ്ങൾ ആവർത്തിക്കുമ്പോ സംശയിക്കപ്പെടുന്നതും. അതെ, നീ അറിഞ്ഞില്ലെങ്കിൽ അറിഞ്ഞില്ല, അത്രയല്ലേ ഉള്ളൂ. അതിനു പകരം നീ ഇപ്പൊ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അനൂപിനെ കുറ്റക്കാരനായി കാണുന്നു. എല്ലാവരെയും അത് പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നു. അർച്ചന അനൂപിനെ പിന്താങ്ങുന്നത് സ്വന്തം സഹോദരനായതുകൊണ്ടാണെന്ന് പറയാം. ബാക്കിയുള്ളവരെടുത്ത് തലയെ കയറ്റുന്നത് എന്തിനാണാവോ? സ്വന്തം ഭാര്യയെ വരെ അവഗണിച്ച് കണ്ടവരുടെ കൂടെ നിൽക്കുന്നതിനുള്ള പ്രത്യാഘാതം നാളെ അനുഭവിക്കേണ്ടി വരും. അപ്പോഴും അവന്തിയെ ഇവിടെ തന്നെ കാണും. അനുവേ, അനൂപ് ഇതൊന്നും കാര്യമാക്കണ്ട. താനൊരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതെ അനുപേട്ട, അച്ഛൻ പറഞ്ഞതുപോലെ ആരുടെ ഭാഗത്താ തെറ്റെന്ന് ഞങ്ങൾക്കും അറിയണം. അനൂപേട്ടനെ അറിയാവുന്നവർക്കൊക്കെ അറിയാം ഏട്ടൻ നിരപരാധിയാണെന്ന്. അതുകൊണ്ട് ഏട്ടൻ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. അനുപേട്ടൻ ഇപ്പൊ ചെല്ല്, എന്നിട്ട് എല്ലാ ഫയലും ഒന്നുകൂടെ ചെക്ക് ചെയ്യും. ഇനി അബദ്ധം വല്ലതും പറ്റിയതാണോന്ന് അറിയില്ലല്ലോ. ഇന്നിനി അനൂപ് ഓഫീസിൽ പോകണമെന്ന് നിർബന്ധമൊന്നുമില്ല. നാളെ ഞാനും കൂടെ വന്നിട്ട് നമുക്കെല്ലാം ക്ലിയർ ചെയ്യാം. ശരി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.